പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖം എന്ന തരത്തിലാണ് നമ്മളെല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കുന്നത്. പ്രോസ്റ്റേറ്റ് വീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ നമ്മുടെ ഭൂമധ്യ രേഖയോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ വളരെയധികം കൂടുതലാണ്. അത് ഒരു 30 വയസ്സ് കഴിയേണ്ട പുരുഷന്മാർക്കിടയിൽ ആദ്യം തന്നെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ തുടങ്ങും. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ വളരെയധികം ചെറിയ അളവിൽ പോവുക എന്നുള്ളതാണ്. രണ്ടാമത് കുറേശ്ശെ പോവും, പിന്നെ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോകുന്നത് പോലെ തോന്നും. രാത്രി ഉറങ്ങാൻ കിടന്നാൽ കുറച്ച് അധികം സമയം കഴിയുമ്പോൾ തന്നെ മൂത്രമൊഴിക്കുന്ന ശങ്കയുണ്ടാകും. ഈ ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും, കുറച്ച് കൂടുതലാകുമ്പോഴായിരിക്കും ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് പോവുകയും പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. ഈ സമയമായിരിക്കും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് വീങ്ങിയിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വീക്കമുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റുകളിലോട്ട് പോകുന്നത്. എന്നാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷന് ഫലപ്രദമായ മരുന്നുകൾ ശരിക്കും ലഭ്യമില്ല എന്നുള്ളതാണ് ശരിയായ ശരി. അത് നമുക്ക് കുറേ കഴിക്കാം, ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് കുറേ കുറവ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിന് സർജറിയാണ്. സർജറി ചെയ്താൽ ചിലപ്പോൾ വീണ്ടും സർജറികൾ വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ മറ്റൊരു അപകടം കൂടി ഇതിൻ്റെ പുറകിൽ പതിയിരിപ്പുണ്ട്. പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞിരുന്നാൽ പല ആളുകൾക്കും ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ വിശദമായ ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും എനിക്ക് വ്യക്തിപരമായിട്ടും വളരെ അടുപ്പമുള്ള ചില ആളുകൾക്കും ഇത്തരം സാഹചര്യങ്ങൾ വളരെ ഏറ്റവും അടുത്തതായിട്ടുണ്ടായി കാണുന്നു. കാരണം പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തെ കുറയ്ക്കാനുള്ള സർജറി കഴിഞ്ഞിട്ട് 5 മാസം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഹൃദയ സംബന്ധമായ തകരാറുകൾ നിമിത്തം ബ്ലോക്കുകളൊക്കെ കാണുകയും ബ്ലോക്കുകൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള മരുന്നുകൾ ചെയ്യുകയും അത് സ്ഥിരമായിട്ട് തന്നെ മറ്റ് അസുഖങ്ങളിലോട്ട് പോവുകയും വീണ്ടും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കാണിക്കുകയും വീണ്ടും അണുബാധകൾ ഉണ്ടാവുകയും അത് കിഡ്നിയിലേക്ക് ബാധിക്കുകയും പിന്നെ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നേരിൽ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും മെഡിസിൻ നമ്മൾ കണ്ടുപിടിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് വേവ്സ് എന്ന മെഡിസിൻസ് നിർമ്മിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ തന്നെ അതിലൊരു കണ്ടൻ്റായ പോളൻ പൗഡർ, അതായത് മസ്റ്റാർഡിൻ്റെ പൂമ്പൊടി, കടുകിൻ്റെ പൂമ്പൊടി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷന് എതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ്, ശക്തമായ ഒരു മരുന്നാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ വീഡിയോയിൽ ബാക്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. പൂമ്പൊടിയെപ്പറ്റി നല്ല വിശദങ്ങളായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ സമയം മസ്റ്റാർഡിൻ്റെ പൂമ്പൊടി അത്യാവശ്യം ലഭ്യമുള്ളൊരു സമയം കൂടിയായിരുന്നു. ഈ സമയത്തിന് ധാരാളം ആളുകളാണ് മസ്റ്റാർഡിൻ്റെ പൂമ്പൊടി എടുക്കുകയും അത് നല്ല രീതിയിൽ തന്നെ അസുഖം കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയം. അതിനുശേഷമാണ് വീണ്ടും ഈ പറഞ്ഞതുമാതിരി പൂമ്പൊടി ആളുകൾ ഒത്തിരി വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. വാങ്ങിച്ചു കൂട്ടുന്ന സമയത്തിൽ മസ്റ്റാർഡിൻ്റെ പൂമ്പൊടിക്ക് ലഭ്യത കുറവ് വരികയും അത് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അത് കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗോതമ്പിലൊക്കെ ഉണ്ടാക്കിയ പൂമ്പൊടികൾ സപ്ലൈ ചെയ്തു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ മൺവീട്ടിൽ ആയുർവേദിക്സ് ആ സമയം അർജൻറ്റായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് വേവ്സ് എന്ന് പറയുന്ന മെഡിസിൻസ്. വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് എൻ്റെ പേര്. അതിന് ഒരു വിവിധ ഉദ്ദേശങ്ങളുണ്ട്. ഈ ഒരു വാക്കിനും ഈ ഒരു മരുന്നും തമ്മിൽ വിവിധ ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങളിതിൽ ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പോളൻ പൗഡർ, മസ്റ്റാർഡിൻ്റെ പോളൻ പൗഡറിനെ ശുദ്ധി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ചില ആളുകൾക്കെങ്കിലും മസ്റ്റാർഡ് ഏത് പൂമ്പൊടിയായാലും അലർജി ഉണ്ടാക്കും, ചെറിയ തരത്തിൽ അലർജിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ പരിഹരിക്കാനാണ് ആ മരുന്നിനെ ശുദ്ധി ചെയ്യണമെന്ന് വിചാരിച്ചതും ശുദ്ധി ചെയ്തതിന് ശേഷമുള്ള മരുന്നായതുകൊണ്ട് മറ്റ് സൈഡ് എഫക്ട്സ് ഇല്ല. 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഒരു മെഡിസിൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ധാരാളം ആളുകളാണ് അതിനെ വാങ്ങിക്കുന്നതും കഴിക്കുന്നതുമൊക്കെ. സ്ഥിരമായ ഒരു ഉപയോഗക്രമം ആവശ്യമില്ല. 3 മാസം അത് സ്ഥിരമായിട്ട് കഴിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നല്ല രീതിയിൽ മാറ്റം കിട്ടും എന്നുള്ളതാണ്. എപ്പോഴും ഈ ഒരു മെഡിസിൻ കഴിച്ച് ജീവിതത്തിൽ വീണ്ടും അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
എന്നുള്ളതുകൊണ്ട് ഈ ഒരു മെഡിസിൻ ഞങ്ങൾക്ക് തേടിയെത്തുന്ന ആളുകൾ നിരവധിയാണ്. നിരവധി ആളുകൾ, ഇത്തരം അസുഖങ്ങളുള്ള നിരവധി ആളുകളാണ് ഈ ഒരു മെഡിസിൻ വാങ്ങിക്കുന്നതും കഴിക്കുന്നതും. അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയതുകൊണ്ട് ഈ ഒരു മെഡിസിൻ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആമസോൺ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോപ്പി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെഡിസിൻ ടെക്സസ്, ജോർജിയ, അറ്റ്ലാന്റ, അതേപോലെ തന്നെ മിയാമി തുടങ്ങിയ അമേരിക്കൻ ഐക്യനാടുകളിലും ഈ മെഡിസിൻ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ആളുകളാണ് ഈ ഒരു മെഡിസിനെ കഴിച്ചിട്ട് സുഖം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് അവരെ കാണിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന്. ഞങ്ങളെ മൺവീട്ടിൽ ആയുർവേദിക്ക് ഇന്നതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ഈ വീഡിയോകൾ നോക്കുമ്പോഴോ ഞങ്ങളുടെ ഒഫീഷ്യൽ പേജുകൾ വഴിയോ ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ അടുത്ത് ചോദിക്കാറില്ല, നിങ്ങൾ കുറവുണ്ടോ എന്ന് ചോദിക്കാറില്ല. കാരണം അത് അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരെ നമ്മൾ കാണിച്ച് അത് ചെയ്യുന്നത് അത് 100% തെറ്റാണെന്നൊരു ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ പരസ്യം കൊടുത്ത് 2000 പേര് വന്നാൽ അവിടെ മരുന്ന് അത്രയ്ക്ക് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ അത്രത്തോളം പരസ്യങ്ങൾ കൂടുതൽ ചെയ്തിട്ട് ഈ ഒരു മരുന്നിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ ഉള്ള ആളുകൾ അത് മേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് സുഖമുണ്ടാകും. അത് തന്നെ നമുക്ക് ധാരാളം, അത് തന്നെയാണ് ഏറ്റവും വേണ്ടതും. പിന്നെ ഒരുപാട് പൂമ്പൊടി നമുക്ക് കിട്ടാനില്ല. കാരണം അത്യാവശ്യം ഒരു മാസം കുറച്ച് യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പോളൻ പൗഡർ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതും മസ്റ്റാർഡ് തന്നെ വേണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെയുള്ളൊരു ഔട്ട് ആ മരുന്നിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഈ മെഡിസിൻസ് എങ്ങനെയുള്ള ആളുകൾക്ക് കഴിക്കാം? ഹൃദയ സംബന്ധമായ തകരാറുള്ളവർക്ക് കഴിക്കാം. അത് നെർവുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മെഡിസിൻസ് ഇങ്ങനെ നെർവുകൾക്ക് എന്തെങ്കിലും തകരാറുള്ളവർക്ക് കഴിക്കാം. മാനസിക രോഗങ്ങളുള്ളവർക്ക് കഴിക്കാം. അതേപോലെ പാർക്കിൻസൺസ്, അതൊക്കെ നെർവിൻ്റെ പെട്ടതാണ്, അങ്ങനെയുള്ള രോഗികൾക്ക് കഴിക്കാം. നിരവധി മറ്റ് സ്കിൻ അലർജികളോ അല്ലെങ്കിൽ ലിവറിന് അസുഖങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കുന്നതിന് യാതൊരു തര കുഴപ്പങ്ങളുമില്ല. അതേസമയം കിഡ്നിയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് തന്നെയാണെങ്കിലും എന്ത് തന്നെ മെഡിസിൻസുകളാണെങ്കിലും കിഡ്നി തകരാറുകളുണ്ടെങ്കിൽ അത് സർവൈവ് ചെയ്യണ മരുന്നുകളല്ലാതെ മറ്റൊരു മരുന്ന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞിരുന്നാൽ അടുത്തൊരു കാര്യം, ഈ ഒരു മെഡിസിൻ കഴിച്ചതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. 100% വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇതൊരു സപ്ലിമെൻറ്റ് പോലെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ദിവസവും വൈകുന്നേരം ആഹാരത്തിന് ശേഷം ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ 2 ടീസ്പൂൺ 3/4 ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിങ്കാക്കി കഴിച്ചിരുന്നാൽ മാത്രം മതി. 3 മാസം വരെയാണ് ഈ ഒരു മരുന്ന് കഴിക്കേണ്ടത്. 3 മാസം എന്ന് പറയുന്നത് അത്രയൊന്നും ആവശ്യമില്ല. 2 ആഴ്ച കൊണ്ടൊക്കെ നല്ല രീതിയിൽ സുഖം വരാം. പക്ഷേ ഈ ഒരു മെഡിസിനെ നമ്മൾ കൂടുതൽ നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മാസമെങ്കിലും ഒരു മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മരുന്നിനെപ്പറ്റി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലോട്ടോ ഞങ്ങളുടെ കമ്പനിയുടെ കസ്റ്റമർ കെയറിലോട്ടോ ഒക്കെ വിളിക്കാം. നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾ ഏതെങ്കിലും നമ്പർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഈ ഒരു മെഡിസിൻ ഈ പറഞ്ഞത് മാതിരി 30 വയസ്സ് കഴിഞ്ഞാലുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷനെതിരെ പ്രവർത്തിക്കുന്ന ഒന്നായതുകൊണ്ട് ഏറ്റവും നല്ലതായിട്ട് ഞങ്ങളത് ഡെവലപ്പ് ചെയ്യുകയും ഏറ്റവും നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ തന്നെ വന്നതും ഒക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.